ഞാൻ മൈക്ക് എടുത്തായിരുന്നു കേട്ടോ, പക്ഷെ അതിൽ കണക്ട് ചെയ്യാൻ ഒരു വയറില്ലേ, അത് ഞാൻ എടുത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങ് എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ചൈനയിലാണ്. നമ്മൾ ആ ഷൗമി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അവരുടെ പുതിയ അല്ല, അത് ഞാൻ പിന്നെ പറയാം, ഞാൻ കാണിച്ചു തരാം. ഈ പറച്ചിലൊന്നും ഈ പരിപാടിയൊന്നുമില്ല. എന്നാ സ്റ്റെപ്പാണ് ഇവിടെയാണ് റോക്കി ബൽബോ ഓടി കയറിയത്. കൊള്ളാം കേട്ടോ, വലിയ സ്റ്റെപ്പും ബഹളവും. ഇത് ഗ്രാൻഡ് ഹയാത്തായിരുന്നു കേട്ടോ എൻ്റെ ബാക്കിൽ. സോ ഗൈസ്, നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഷൗമിയുടെ മീ ഹോമിലാണ്. അവിടെ ഷൗമിയുടെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. അതായത് നമ്മളൊന്നും കാണാത്തയും കേൾക്കാത്തയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ എന്തിനാണെങ്കിലും കുൾമിഷം ലൈഫ് ഫ്രം ചൈന എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങ് ചൈനയിൽ ഞാൻ അങ്ങനെ എത്തി ഗൈസ്. വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്തിനാണെങ്കിലും വീഡിയോ കണ്ടു തന്നിട്ടിരിക്കൂ, കാണുന്നവർ ലൈക്ക് അടിക്കൂ. അപ്പോൾ ശരി, നമ്മൾ നേരെ പോകുന്നു. Good morning, ladies and gentlemen. Welcome to your favorite. ഗൈസ്, ഇതാണ് ഷൗമിയുടെ കാറിൻ്റെ ഷോറൂമാണ്. ഇതാണ് കാറ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അപ്പ് ക്ലോസ് ആയിട്ട് കാണും. ഇതാണ് SU7 അൾട്ര. മോനെ, ഇത് പറക്കുകയോ വണ്ടി സെറ്റ് കേട്ടോ ഗൈസ്. ഇതാണ് മീ സ്റ്റുഡിയോ, അല്ല മീ ഹോം. വണ്ടി ഇറക്കണ SU7 യെല്ലോ അൾട്ര. കാർബൺ ഫൈബറും ഗോൾഡും ആണ്. അതായത് 18 ക്യാരറ്റിൻ്റെ ഗോൾഡും കാർബൺ ഫൈബറും സെറ്റ്. വണ്ടി രക്ഷപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ താളുണ്ടായിരുന്നു, അതായി ശരി. അതൊക്കെയാണ് ഈ ടൈപ്പ് അലോയ് വീലൊക്കെ നമുക്ക് ഇഷ്ടം വേണമെന്നുള്ളതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, വെരി നൈസ്. സോ അതും കൊള്ളാം കേട്ടോ. അതൊക്കെ നൈസ്. കാലിപ്പറൊക്കെ, ഡിസ്ക് ബ്രേക്ക്, ഇൻട്രസ്റ്റിങ്. എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു, റെഡ് കൊള്ളാം. പിന്നെ ഇതൊക്കെയാണ് കളർ. ഈ കളറൊക്കെ നമുക്ക് ഇടാം. നീല, പച്ച, ഏതോ ഒരു കളർ, റെഡ്. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി കളറ്. ഇത് അടിപൊളി കളറ്, അത് കൊള്ളാം, ഇത് കൊള്ളാം. പിന്നെ ഇത് അകത്ത് ഇൻറ്റീരിയേഴ്സിന് കൊടുക്കാനുള്ള ഫാബ്രിക്. മൊത്തം കസ്റ്റമൈസേഷൻ കേട്ടോ ഗൈസ്. എൻ്റെ സ്പോയിലറൊക്കെ ഉണ്ടോ, കാർബൺ ഫൈബർ. ഷൗമി S7 അൾട്ര. അകത്ത് കാണിച്ചില്ലേ, അകം കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അകത്തുള്ള ലുക്ക്. കീടിലാട്ടാ, ആടി വോളി ലൂക്കാടെ. ഇതൊക്കെയാണ് എന്താ ടാബ്ലറ്റ്, TV ആടേത്. ഞാൻ മറ്റേത് കാണിച്ചത് അകത്തുള്ള സ്റ്റിയറിംഗ്. ഈ വണ്ടി മൊത്തത്തിലൊരു കാർബൺ ഫൈബർ പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കാർബൺ ഫൈബർ. പിന്നെ ഇതാണ് സ്റ്റിയറിങ്. വണ്ടി തുറന്നപ്പോൾ കണ്ടാടേ ഡിസ്പ്ലേ ഓണായത്. പൊളിയാട്ടോ, നൈസ്. അതേപോലെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഷൗമിയുടെ സകല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സ്പീക്കർ, എന്തിനൊക്കെയാണെന്ന് തന്നെ എനിക്ക് തന്നെ അറിയുന്നത്. ഇഷ്ടം പോലെ ഡോർ ലോക്ക് സ്മാർട്ട് ഡോർ ലോക്ക്. ഇതിനുമാതിരി ഹോം പോഡ് പോലത്തെ സാധനമാണ്. നമ്മൾ വീട്ടിലേക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയാം. മൊത്തം ചൈനീസാണ്. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറവാണ് കിട്ടുന്നത്. പിന്നെ കണ്ടത് മറ്റൊരു സ്പീക്കർ. ഈ സാധനത്തിൻ്റെ വലുതാണിത്. വേറെ 899 യുവാൻ മാത്രമേ ഉള്ളൂ, ചൈനീസ് യുവാൻ. മറ്റൊരു സ്പീക്കർ, ഇതിലൊരു ഹാപ്പി സ്പീക്കർ, അത് അതിൻ്റെ ചേട്ടൻ സ്പീക്കർ. ഇത് ലൈറ്റ് എത്തും കേട്ടോ. അതിൽ ഈ സ്പീക്കറിൽ ലൈറ്റ് എത്തും. എല്ലാ ഫോണ്, ആക്സസറീസ് തുടങ്ങിയ സകല സാധനങ്ങളും. CCTV ക്യാമറ. ഈ CCTV ക്യാമറ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യൂ. ഇതിൻ്റെ ആര് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ മൈക്ക് എടുത്തായിരുന്നു കേട്ടോ, പക്ഷെ അതിൽ കണക്ട് ചെയ്യാൻ ഒരു വയറില്ലേ, അത് ഞാൻ എടുത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇത് മറ്റേതാണ് റൈസ് കുക്കർ. നമ്മളെ നാട്ടിൽ സത്യം പറഞ്ഞാൽ വളരെ എന്താ പറയുക, മെയിൻ സ്ട്രീം ആക്കേണ്ട ഒരു സാധനമാണ് റൈസ് കുക്കർ. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതും റൈസാണ്. അപ്പം ഇത് റൈസ് കുക്കറാണ്. ഇത് എയർ ഫ്രയർ. ഇതെൻ്റെ വീട്ടിലുണ്ട് ഈ സാധനം. ഇത് വരും കെറ്റിൽ, മിക്സി. ഇത് മറ്റെന്തിനാ മറ്റേ ഡൈസൺ പോലത്തെ ഐറ്റം. ഇത് തുടയ്ക്കണം. അതായത് ഇത് ഇതിൻ്റെ മറ്റേത് തുടയ്ക്കുക. ഇത് മറ്റേ പൊടി എടുക്കുന്നത്. ഇത് നന വെച്ചിട്ട് തുടയ്ക്കാവുന്നത്. നിങ്ങൾ സ്റ്റാൻലിയുടെ കപ്പ് കണ്ട് മടുത്തെങ്കിൽ ഷൗമിയിലെ സ്റ്റാൻലി കപ്പ് കുടിച്ചോണ്ട് നടക്കും. യാസി
വാഷിംഗ് മെഷീൻ, ഇതെല്ലാം ഷവമിയാണ് കേട്ടോ. സാംസങ്ങിനെ തെറ്റിദ്ധരിക്കുന്നത്. ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ട് എസ് പ്രോ മിനിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടി വി ആണ്. പിന്നെ ഇതെന്ത് ഡമ്പലാടായി ഉള്ള ഡമ്പല്. ഇതെന്താ സാധനം? ബോട്ടിൽ വാഷറാ. ഇതെന്തോന്നടേ? ഇതൊക്കെ എന്തിനാണോ എന്തോ കേട്ടോ, എനിക്കും അറിഞ്ഞൂടാ. ഇത് നെക്രോള്, മറ്റേ ഫ്ലൈറ്റിൽ പോണവർക്ക്. ഇത് മറ്റേ സാധനം കണ്ണി വെച്ചിട്ടുള്ള ഐറ്റം. നല്ല ഇതെന്തൊരു മൈക്കാ? യേശുദാസിന് ഇത് വേണേ വെക്കാം കേട്ടാ. യേശുദാസ് മൈക്ക്. ഇതെൻ്റെ വീട്ടിലുണ്ട്. സ്റ്റീമർ സെയിം സാധനം എൻ്റെ വീട്ടിലുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. വെള്ളം നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ. പിന്നെ ഇത് താടി വടിക്കുന്ന സാധനം. ഇത് മറ്റൊരു താടി വടിക്കുന്ന സാധനം. ടൂത്ത് ബ്രഷ്. അമ്മേ ചത്ത് ടൂത്ത് ബ്രഷ്. ഇതെന്തോന്ന്? ഹെയർ ഡ്രയർ. മസാജർ ഗണ്ണ്. ഇതാണ് മറ്റേ കാർത്തി മറ്റേ എന്തിനാ മറ്റേ അവിടെ ഡെക്കാത്തലോണിൽ പോയിട്ട് സനിയെ എടുത്തിട്ട് ഇടിച്ചില്ലേ, അത് ഈ സാധനം. ഇത് നടുവെന്നൊക്കെ മാറി വേറെ എവിടെ പോകുന്നുണ്ടല്ലോ. മൂലം മസാജ്. എനിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ, ഈ പൂച്ച. അയ്യോ, ശരിക്കുള്ള പൂച്ച പോലെ ഉണ്ട്. ദൈവം, ഇനി ആരെങ്കിലും പൂച്ച അവർ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്തിനായാലും അങ്ങനത്തെ ഒരു ഫീല് തരണം ചേട്ടാ. സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ പോലെ. ഫാൻ, മറ്റൊരു ക്ലീനിങ് പരിപാടി. പെട്ടികൾ. ഇത് ടവർ ഫാൻ. ഇത് സന്ദീപ്. ഹായ്. ഗൈസ്, നമുക്ക് ഈ സാധനം നമുക്ക് സന്ദീപ് തന്നെ. താങ്ക് യു. ഇതാണ് SU7 മിനി മോഡൽ. ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടൂല അപ്പോൾ? അല്ല, ഇത് കിട്ടും. ഇതിപ്പോ ഇറങ്ങിയുള്ളൂ, ഇപ്പൊ ഉണ്ടാവില്ല. This is the SUV model, right? This is the YU7, SU7 Ultra. അവിടെ കണ്ട് SU7. ഇത് കൊള്ളാല്ല, നല്ല കപ്പ്. പക്ഷെ ഇത് മിക്കവാറും കിട്ടില്ല ഓൺലൈൻ. അത്രയും ഔട്ട് സ്റ്റോക്ക് ആണ്. ഓൺലൈൻ ഓർഡർ ചെയ്യും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റില്ല. ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ലാസ്റ്റ് ടൈം when I came here they said no, we'll ask. Really? That's very nice. ഇത് കണ്ടോ, ബാഗ്, നൈസ് ക്വാളിറ്റി ബാഗ്, തൊപ്പി, ടീഷർട്ട്, പിന്നെ അതാണ്ട് സകല ടാബ്ലറ്റ്, ഫോൺ ആക്സസറീസ്. ഇതാണ് നമ്മുടെ അന്ന് മറ്റേ വൈഫൈയിൽ കറക്റ്റ് ആണ് ഐറ്റം. നമ്മളെ വീട്ടിലുണ്ട്, അറിയാലോ, ഞാൻ പുച്ഛിച്ച സാധനമാണ്. ഇതാണ് Mi 15 Proൻ്റെ എഡിഷൻ പുതിയ. ഇതാണ് അവരെ മറ്റേ ഫ്ലിപ്പ് ഫോണ്. പക്ഷേ ഇതിൻ്റെ പുതിയതെന്തോ ഇന്നലെ റിലീസായി. അതാണോ ഇത്? അല്ലല്ല, അത് ഇതിൻ്റെ ഒരു പുതിയ പതിപ്പ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്ക് കവർ. ഇത് കൊള്ളാലോടാ. ദിസ് ഈസ് ആക്ച്വലി നൈസ്. നമുക്ക് മറ്റേ അഡീഷണൽ വേണ്ട, ഇതിൽ തന്നെ കേസിൽ തന്നെ ഇങ്ങനെ വരൂ. ഇത് കൊള്ളാലോടാ. നമുക്ക് തൂക്കിയിടണ വയറ്. ബട്ട് ഈ കേസ് കൊള്ളാം കേട്ടോ. നമ്മൾക്ക് മറ്റേ ഫോട്ടോഗ്രാഫി കിറ്റിൽ ഇത് സെപ്പറേറ്റ് വരും. പക്ഷെ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷട്ടർ ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് വെറും ഷോ ആണ്. അല്ലടാ, ഇതിങ്ങുന്നുണ്ട് കേട്ടോ. ഇത് മീമിക്സ് ഫോൾഡ്. മെഡിമിക്സ് അല്ല, മീമിക്സ്. അയ്യോ, ഒട്ടും വെയിറ്റ് ഇല്ലടേ. എടേ, ഇതെന്തായാലും ഞാൻ പൊക്കും കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടീല് നല്ല രസമുണ്ട്. ഇതല്ലെങ്കിൽ ഈ ബ്രൗണ് നല്ല രസമുണ്ട്. വെരി നൈസ് ഗൈസ്. ഇത് Xiaomi Pad 7s Pro ആണ്. മറ്റേ അൾട്ര അല്ല. അൾട്ര ഇവിടെ കാണാനില്ല കേട്ടോ. ഇത് സാധാ. ഇത് OLED ഡിസ്പ്ലേ അല്ല, പക്ഷേ മറ്റേ എക്സ്-റിങ്ങിൻ്റെ ഐറ്റത്തിലാണ് ഇത് വരണത്. കൊള്ളാം കേട്ടോ. കീബോർഡ്, ബയറോ, നൈസ് ന്യൂസ്. ഈ കാണുന്നത് തന്നെ കാർ ആക്സസറീസ് ആണ് കേട്ടോ. കാറിൻ്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങൾ, പിന്നെ പവർ ബാങ്ക്, ഇതൊക്കെയാണ്. അതൊക്കെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാറിൻ്റെ സാധനങ്ങളുണ്ടോ, മൊത്തം കാറിൻ്റെ ഒരു പരിപാടിയാണ് അവിടെ മൊത്തം. കാറിൽ വെക്കാനുള്ള ടാബ് നല്ലല്ലേ ഇത്. എന്നാലും S7 Ultra വരെ ഉണ്ടോ കേട്ടോ. എന്തായാലും ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. നല്ല രസമുണ്ടോ ഇത്. പക്ഷേ ഇവിടെ മേടിക്കാൻ പറ്റൂല എന്നാണ് പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. ഈ പച്ച കൊള്ളാം, ചുമപ്പ്, ഓറഞ്ച് കൊള്ളാം. അതിൻ്റെ വേറെ കളർ ടീല്, അതിൻ്റെ കൊള്ളാം കേട്ടോ. എനിക്ക് പക്ഷേ ഈ മഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏകദേശം ഈ കാറിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. This is like augmented reality or? I think so. Once the charge, we'll get to know. Still, I'm just figuring out if it doesn't work outside, to feel like it just becomes a sunglass. This was camera also there, no? Yeah, there's a camera. I can see something here, but charge is not. Guys, ഇതാണ് നമ്മുടെ Xiaomi Pad 7 Ultra. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ
ഇത് ചെയ്തില്ല, റിവ്യൂ ചെയ്തില്ല. സാധനം മറ്റേ എക്സ് റിംഗ് 1 എന്ന് പറയുന്ന അവരെ പ്രോസസ്സറിലാണ് പറഞ്ഞത്. 5.1 മില്ലിമീറ്ററിൻ്റെ തിക്നെസ്, 12,000 mAh ബാറ്ററി, OLED ഡിസ്പ്ലേ ഉണ്ടാവും. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ജില്ലയാണ്. സിനിമയൊക്കെ കാണാൻ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അടിപൊളി, എല്ലാം ഉണ്ട്. മറ്റേ മൾട്ടി ടാസ്കിങ്, ബഹളം, കിട്ടില്ല സാധനം കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. ഇവിടെ നിന്ന് മേടിക്കണ നമ്മുടെ നാട്ടിൽ 60,000 രൂപയുള്ളൂ. ദുബായിൽ ഇത് വരുത്തിക്കാൻ 1,00,000 രൂപയാവും. ഇവിടുന്ന് 60,000 രൂപ വില വരുന്നത്. ഇതാണ് നമ്മുടെ 15S Pro. ഇത് നമ്മൾ റിവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇത് വാച്ച് 4 അവരെ ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് കാർ അൺലോക്ക് ഒക്കെ ചെയ്യാം ഈ വാച്ച് ഉണ്ടെങ്കിൽ. അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ഈ വാച്ച്, ഈ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കിടക്കണ കാറ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ഇത് കൊള്ളാം, നൈസ് സാധനം. എടുത്താലാടെ ഈ നല്ല കളറടേ, സിനിമയൊക്കെ കാണാൻ പൊളപ്പൊളപ്പനായിട്ടിരിക്കും. നമസ്കാരം എല്ലാവർക്കും. This is so cool. I like this. ഇത് നല്ല രസമായിട്ട് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഗതയായിട്ട് യൂസ് ചെയ്യാം, മൈക്കായിട്ട് യൂസ് ചെയ്യാം. സ്പീക്കർ ഉണ്ട്. ഹലോ, എനിക്കിത് വെറൈറ്റി സാധനം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ പേടിച്ചു വേടേ, എനിക്ക് ഈ കേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഈ സാധനം കൊണ്ടുവന്നു. ഞാൻ ഇതിൻ്റെ പൊന്നു മോളെ എൻ്റെ കയ്യിൽ ഈ ഫോൺ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് കേസാണെന്ന്. അപ്പം ഞാൻ പിന്നെ കുഴപ്പമില്ല, ഇത് കേസ് മാത്രമല്ല, ഇത് വള്ളിയും ഗില്ലിയൊക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം. എന്തിനാണ് ഞാൻ ഇത് മേടിച്ച് ഞാൻ പിന്നെ അതാണ്ട് ഈ ഒരു മഗ് മേടിച്ച്. എനിക്ക് ഇതിൻ്റെ യെല്ലോ വേണമല്ലോ, പക്ഷേ യെല്ലോ ഇല്ലടേ. അപ്പോൾ പിന്നെ ഇതെടുത്ത് അങ്ങനെ ഞാൻ 2 സാധനം മേടിച്ചു കേട്ടോ. സാധനം മേടിച്ചു വന്നപ്പോൾ വാച്ചുകളുടെയും ഹെഡ്സെറ്റുകളുടെയും സ്ട്രാപ്പുകളുടെയും പിന്നെയും വാച്ചുകളുടെയും ടാബ്ലറ്റുകളുടെയും സ്ട്രാപ്പുകളുടെയും ഒരു മാമാങ്കം തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. ഷൗമിയിൽ എന്തിനു വന്ന് ചോദിച്ചാലും ഈ ഒരു കടയിൽ കിട്ടും. അവിടെ ഇതാണ്ട് ഇവിടെ ടാബ്ലറ്റ്, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പൊളി. അപ്പോൾ അതാണ് ഈ ഒരു മീ ഹോമിൻ്റെ ഒരു ചെറിയ ടൂർ. ഓക്കെ, ഇനി കണ്ടില്ല എന്നൊന്നും പറയരുത്. ചൈന വന്നു കഴിഞ്ഞാൽ വരിക, ഇവിടുത്തെ കാറ് മേടിക്കുക, 2 റൗണ്ട് ഓടിക്കുക, തിരിച്ചു കൊടുക്കുക. അങ്ങനെ പറ്റില്ല, എന്നാലും ഞാൻ ബസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു കേസും മറ്റേ മഗ്ഗും മേടിച്ചതായി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഫോൺ കേസ് നല്ല രസമുണ്ട്. ആ കളർ എനിക്ക് ഇഷ്ടമാണ്, ടീല്. പിന്നെ എന്തെങ്കിലും ഇതായിരിക്കണം. അങ്ങനെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ട, എനിക്ക് ലബൂബും മേടിക്കണം. അപ്പം ഞാൻ അങ്ങനെ അകത്ത് പറയണ്ട. എന്തായാലും അതൊന്നും നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഹോം. ഓക്കെ, ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. എരിപ്പ് പോലെ. നമുക്കൊന്ന് അകത്ത് കയറിയാലോ. ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. സീറ്റ് മറ്റേ ഇത് വെച്ചിട്ട് ഇലക്ട്രിക്കാണ്. പിന്നെ അതാണ്ട് മൊത്തം കാർബൺ ഫൈബറിൻ്റെ ഒരു കളി തന്നെ കേട്ടോ. അകത്തൊരു ചെറിയ ഡിസ്പ്ലേ, പാർക്കിങ്, അതും ഇതൊക്കെ കാണിക്കുക. ചെറിയൊരു മറ്റേ ഇൻഫർടൈൻമെൻറ്റ്, വീഡിയോമീറ്ററും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ. ഇത് പല മോഡ്സുകൾ തമ്മിൽ മാറ്റാനായിട്ടുള്ള ഒരു സാധനം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ബട്ടൺ അവിടെയുണ്ട്. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എന്തിനാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്കൊക്കെയാണ്. കൊള്ളാം കേട്ടോ വണ്ടി. ഇത് എന്താണ് ഡ്രൈവ് മോഡ്, മറ്റേ സ്പോർട്സ് മോഡിലോട്ടൊക്കെ ഇടാനായിരിക്കും. നല്ല വണ്ടിയാണ്, ഇഷ്ടപ്പെട്ട്. അതിലെ പേഴ്സണാലിറ്റി ഉള്ളൊരു കാറ്. നിങ്ങൾ ഫോണിൽ NFC ഉണ്ടാണ്, കാറിൽ NFC ഉണ്ടോ? ഈ കാറിൽ NFC ഉണ്ട്. ഈ കാറിൽ NFC ഉണ്ട്, റാം ഉണ്ട്, സൈഡിൽ ക്യാമറ, ഫ്രണ്ടിൽ ക്യാമറ, ബാക്കിൽ ക്യാമറ. ഇവിടെ ക്യാമറ തന്നെ ഉണ്ട്. കുറേ മുകളിൽ ക്യാമറ, ബാക്കിൽ ക്യാമറ. ഇനി ക്യാമറ വെക്കാൻ സ്ഥലമൊന്നുമില്ല. ഇതാണ് മറ്റൊരു ക്യാമറ, അതിലാക്കിയ സാധനം. അത് മറ്റേ ലൈഡാർ, മറ്റേ സാധനം ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഹ്യുണ്ടായിയുടെ കാറിലൊക്കെ ഉണ്ട് ആ സെൻസർ. അഡാസ് ഫീച്ചർ, അഡാസ് ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, വരിക, മേടിക്കുക, എടുത്തോണ്ട് പോവുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഇവിടെ എടുക്കുന്നു. കിട്ടില്ല കാറുണ്ട്. ഇത് നാട്ടിൽ ഇറക്കട്ടെ ഈ ഷൗമി. നല്ല കത്തിയാണെന്ന് തോന്നുന്നു. 10-35, 50-60 ലക്ഷം രൂപ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. എനിക്ക് വില അറിഞ്ഞൂടാ, ജസ്റ്റ് ഒരു ഊഹാപൂഹം പറഞ്ഞതേ ഉള്ളൂ. ചോദിക്കണോ, വെറുതെ എന്ത് ചേട്ടണം. ഞാൻ കൊള്ളാം, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഷോറൂം. ദ മോൾ അറ്റ് ഓറിയന്റൽ പ്ലാസയിൽ മീ ഹോമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷൗമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ്. അവിടെയും മറ്റേ ഷൗമിയുടെ പട്ടിയൊക്കെ കാണും. അങ്ങനെ കാണിച്ചു തരാം. സെറ്റ്
ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഷവോമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതായത് ദണ്ട് ഇനി പുറകെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, ഈ ഒരു ഫുള്ള് എത്രയോ ഏക്കർ അവന്മാരെടുത്ത് വെച്ചേക്കുന്നുണ്ട്, ഷവോമി ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ വിശേഷമാണ് ഇനി കാണാൻ പോകുന്നത്. കണ്ട എനിക്ക് മറ്റേ ഗ്യാഡ്ജ് കിട്ടി വിസിറ്റർ. അപ്പം എന്തിനാണെങ്കിലും ഷവോമിയുടെ ക്യാമ്പസ് കാണാം. ഇത് ബീജിങ്ങിൽ നിന്ന് കുറച്ച് വരണം കേട്ടോ, 40-45 മിനിറ്റ് റൈഡുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് സിറ്റിയിൽ നിന്ന്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ മൊത്തം ഇതുപോലത്തെ ടെക് സാധനങ്ങളുടെ ക്യാമ്പസാണ് ഈ ഒരു ഫുൾ ഏരിയ. ഞാൻ വേറെ ലെവൽ കേട്ടോ, ചൈന ഒന്നും പറയാനില്ല. ഇതാണ് അവരെ ഷവോമി YU7 എന്ന് പറഞ്ഞ അവരെ ഇന്നലെ എന്തോ ഇറങ്ങിയ സാധനം. എനിക്ക് തോന്നുന്നു വിസിറ്റേഴ്സിന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ഒരു റൗണ്ടിന് കൊണ്ടുപോകും തോന്നുന്നു കേട്ടോ. ഈ സാധനം ഏടിപ്പൊളി. ഇവിടെ ഇവിടെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. വാട്സപ്പ് വർക്ക് ചെയ്യൂല, ഇൻസ്റ്റ വർക്ക് ചെയ്യൂല, ഗൂഗിൾ വർക്ക് ചെയ്യൂല, ഇതൊന്നും വർക്ക് ചെയ്യൂല. ചില VPNs വർക്ക് ചെയ്യത്തുള്ളൂ. VPNs ഇവിടെ വന്നിട്ട് ഷവോമിയുടെ കാറ് പോയടാ കൊള്ള. ഇതൊന്നും വർക്ക് ചെയ്യില്ല ഇവിടെ ചൈനയിൽ. അപ്പോൾ നിങ്ങൾ വരുന്നവരൊന്ന് സൂക്ഷിച്ചോ. ക്രെഡിറ്റ് കാർഡ് ചില സ്ഥലത്ത് വർക്ക് ചെയ്യത്തുള്ളൂ, ഇല്ലാത്തവർക്ക് അവിടെയും പണിയാണ്. സോ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പ്രശ്നമാണെന്ന് വെച്ചാൽ പ്രശ്നം തന്നെയാണ്. എന്തിനാണെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഷവോമിയുടെ ക്യാമ്പസ്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഷവോമിയുടെ ക്യാമ്പസ്. എൻ്റെ അമ്മച്ചി, തല ഇറങ്ങിയില്ലേ? എൻ്റെയും കറങ്ങി. സോ നമ്മൾ ലേറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷടപെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എൻ്റെ കൂടെ തന്നെയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ പഴയ MIUIനെ കുഴിച്ചിട്ടേക്കുന്ന സ്ഥലം ഇതാണ്. പിന്നെ അതാണ്ട് ഈ ATGO എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര അടിപൊളിയാണെന്നാണ് നമ്മുടെ പ്രതീക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രതീക് ഭയങ്കര ഹൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കുടിക്കാൻ വേണ്ടിയിരിക്കുക. പറക്കുന്ന പന്നി, പറപ്പന്നി, ഇതാണ് പറപ്പന്നി. പിന്നെ താഴെയില്ല, ഇതിൻ്റെ ബേസ്മെൻറ്റ് നിറച്ചു ഫുഡ് കോർട്ടാണ്. പിന്നെ ചൈനീസ് ചിക്സൊക്കെ അവിടെ ഇരുന്ന് ടെക്കൊക്കെ ആയിട്ടുള്ള പരമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെയാണ്. നമ്മളങ്ങനെ 10ാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. അയ്യോ, ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഷവോമി ആൾക്കാർ ജോലി ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി ചോദിച്ചാലോ? എല്ലാവരും ജോലി ചെയ്യുകയാണ് ഗൈസ്. നമ്മളൊക്കെ ഒന്നും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഗൈസ്, സ്റ്റീവ് ഇവിടെ ഉണ്ട്. സ്റ്റീവ്, ഹായ് സ്റ്റീവ്, ഹൗ ആർ യു? നമ്മളിവിടെ പ്രസൻറ്റേഷന് വന്നതാണ്. സ്റ്റീവ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഗ്ലോബൽ ടീമിനെ ഹെഡ് ചെയ്യുന്നത്, ഗ്ലോബൽ ഷവോമി ടീമിനെ. അപ്പോൾ പുള്ളിയുടെ എന്തൊരു പ്രസൻറ്റേഷനാണ് കേട്ടോ. എന്തിനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഗൈസ്, ആ പ്രസൻറ്റേഷനിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഷവോമി അങ്ങനെയൊക്കെ. അത് ഷവോമി 2011 തുടങ്ങിയത്, 11 അവർ ഫസ്റ്റ് ഫോൺ വന്നു. പിന്നെ അവരുടെ ഗ്രോത്ത് കാര്യങ്ങൾ, പ്രോഡക്റ്റ് ലൈൻസ്, പിന്നെ അവരിപ്പോൾ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് റോബോട്ടിക്സ്, പിന്നെ എന്തൊരു സ്മാർട്ട് ഫാക്ടറീസ്, പിന്നെ കാർസ്, ഓട്ടോണോമസ് വെഹിക്കിൾസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അവരുടെ ഫ്യൂച്ചർ. അപ്പോൾ അതിനെ പറ്റി പറയുന്ന ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. എനിക്കറിയാമല്ലോ, എനിക്ക് പ്രാക്ടിക്കൽ എക്സാമാണ് ഇഷ്ടം. എനിക്ക് മറ്റേ പരിപാടി എന്നെ കൊണ്ട് പറ്റേയില്ല. നമ്മളിപ്പം ബിൽഡിംഗ് Aയിലോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് ഡെമോ പരിപാടികളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഷവോമി ഹോമിനെ പറ്റിയും ഇവരൊരു ടെസ്റ്റിംഗ് ലാബ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. വരും. ഞാൻ നടന്നു വന്നപ്പോൾ തന്നെ ഷവോമി കുളം കണ്ട, ഷവോമിയുടെ കുളം കണ്ട. യെസ്, അത് കാണിച്ചു തന്നില്ലെന്ന് പറയരുതായിരുന്നു. എല്ലാവരും ഞാൻ കയറുമ്പോൾ തന്നെ നമുക്ക് ഷവോമിയുടെ S Pro 100 എന്ന് പറഞ്ഞ മിനി LED 2025 ഇത് കാണാം. Wi-Fi 6, 4GB RAM, 64GB സ്റ്റോറേജ്, 2.1 സ്പീക്കർ. എനിക്ക് ചൈനീസ് വായിക്കാൻ അറിയാം, അതുകൊണ്ട് പിന്നെ അറിയാം, കുഴപ്പമില്ല. 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്, NFC തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ളൊരു 100 ഇഞ്ചിൻ്റെ ഒരു TV ആണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഷവോമി ഹെഡ് ക്വാർട്ടർ സ്റ്റോറിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ വണ്ടികളൊക്കെ പിന്നെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ഡ്രൈവോ നാളെയാണെന്ന് തോന്നുന്നു, ഇന്നല്ല. നാളെ എന്തോ ഈ സാധനത്തിക്കാർ വണ്ടിയൊക്കെ ഓടിപ്പിക്കും ട്രാക്കിൽ. This is the Xiaomi Smart Lock. It has 11 different methods to unlock it, including fingerprint,
facial recognition, palm recognition, as well as vocal recognition. Total of 11 different methods. ഡോർ തുറക്കടാന്ന് പറഞ്ഞാൽ സാധനം തുറക്കും, അതാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ വേണമെങ്കിലും തുറക്കാം, ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കാം. ഓ ആണ് ലൈറ്റ് തന്നെ ഓൺ ആയതുണ്ട്, നമ്മളാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ. ഇതാണ് സ്മാർട്ട് ഹോം പരിപാടി. നമ്മൾ വന്നപ്പോൾ തന്നെ ലൈറ്റ് ഓണായി. അതായത് ആ ഫിംഗർ പ്രിൻ്റ് ഉള്ള ആളുടെ ഇത് വെക്കുമ്പം അതിനനുസരിച്ച് AC ഓണാണ്, എല്ലാം ഓണാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ഹോമാണ്. അതായത് ലിവിങ് റൂമിലുള്ള ലിസ്റ്റ് ഓഫ് തിങ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോറില്ലേ, സ്മാർട്ട് ഡോർ വെച്ച് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ലൈറ്റ് ഓപ്പൺ ആവും, നമ്മൾ കർട്ടൻ ഓപ്പൺ ആവും. സിനിമ മോഡ് എന്ന് പറയുന്ന സമയത്ത് കർട്ടൻ ക്ലോസ് ആവും, ലൈറ്റ് ഡിം ആവും. പിന്നെ അതാണ്ട് ഈ ഇരിക്കുന്നതാണ് 4K പ്രൊജക്ഷനാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മളെ മറ്റേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അത് ഏകദേശം 150 മീറ്റർ വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, വലുതാക്കാൻ പറ്റും. പിന്നെ ഇത് മാർബിൾ സർഫസ് ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സാധനം വെച്ചേക്കണം എക്സ്ട്രാ. പക്ഷേ ഇത് വൈറ്റ് സർഫസ് ആണെങ്കിൽ 150 മീറ്ററിന് സിനിമ ഇരുന്ന് കാണാം 4Kയിൽ. ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കണ്ട് ഈ ടേബിൾ ഉണ്ടല്ലോ, ആ ഫ്രണ്ട് മൊത്തം ഗ്രില്ലാണ്, ആ ഫ്രണ്ട് ഭാഗം മൊത്തം ഗ്രില്ലും. പിന്നെ മറ്റേ ചാർജ് ചെയ്യാനുള്ള പരിപാടി, പിന്നെ റെഫ്രിജറേറ്റർ ഉണ്ട് അവിടെ. പിന്നെ അതുകൊണ്ട് ഈ കാണുന്ന സാധനം എയർ പ്യൂരിഫയർ ആണ്. പിന്നെ മറ്റേത് റോബോട്ട്. വേറെ അടുക്കളയിൽ കുറെ കൊടുക്കില്ല സാധനമുണ്ട്. അടുക്കളയിൽ അതായത് ഈ സാധനം നമ്മൾ നേരത്തെ കടയിൽ കണ്ട സാധനമാണ്. ഇത് വെച്ചിട്ട് റൈസ് കുക്കർ ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സാധനം ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് റെസിപ്പി ഒന്നും അറിയണമെങ്കിൽ വീഡിയോ എടുത്തിടാം, പാട്ടിടാം, ഫോൺ ചെയ്യുന്ന വേണമെങ്കിൽ കണക്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹബ്ബാണിത്. ഇത് സ്മാർട്ട് സ്റ്റൗവാണ്. ഈ സാധനത്തിൽ നമുക്ക് ടൈമർ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിക്കനൊക്കെ 1 മണിക്കൂർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഓഫാവും. പിന്നെ ഇത് സ്മാർട്ടായിട്ടുള്ള ഒരു മറ്റേ അതായത് ഇവിടെ നിന്ന് പുക വരെയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മറ്റേ സാധനം ഓൺ ചെയ്യും, ചിമ്മിനി. എന്നിട്ട് ഇത് എയർ വെച്ച് നമ്മളെ കൈ വെച്ച് ജസ്റ്റർ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കണതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് കൂട്ടാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓഫ് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ ഇത് കണ്ടോ, സ്മാർട്ട് അക്വേറിയം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 399 ഉള്ളൂ. കിട്ടില്ല സാധനം കേട്ടോ. നമ്മുടെ ഓക്സിജൻ ലെവൽ കാര്യങ്ങളൊക്കെ സെറ്റാവും. ഓട്ടോമാറ്റിക്കലി ഫുഡ് ഇട്ട് കൊടുക്കും. ഇവിടെ കിട്ടില്ല സാധനം. ലൈറ്റ് ബഹളം വേണ്ട. ഫീഡിങ് ഇവിടെ നിൽക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീഡിങ് ആണ്. ഇത് ലൈറ്റ് ഇത് മറ്റേ ഓക്സിജൻ്റെ സാധനം ലൈറ്റ്. കിഡില ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ കിഡില ഫിഷ് ടാങ്ക്. ഇവിടെ ഒരു മുട്ട സാധനമുണ്ട്. അത് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം. ഈ കാണുന്ന സാധനം കണ്ട, ഇതിൻ്റെ സൈഡിൽ റെയിലിംഗ് ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണി കഴിയുമ്പോൾ ഈ സാധനം താഴെ വരും, മറ്റേ തുണി ഉണക്കുന്ന സാധനം. എന്നിട്ട് ഈ ലൈറ്റ് വേണമെങ്കിൽ ഇത് ഓപ്ഷനിലാണ്. ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ഡ്രയർ, ഒരു കാറ്റടിക്കുന്ന ഫാൻ പോലത്തെ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും തുണി പെട്ടെന്ന് ഉണങ്ങാൻ. പിന്നെ ഒന്നും പറയാനിട്ട് ഇവിടെ എൻ്റെ പൊന്നു ഇങ്ങനെ ഒരു വീടാണ് എൻ്റെ സ്വപ്നം. അതാണ് ഷവമീര വീട്. ദിസ് ലൈറ്റ് ഇസ് സോ ഗുഡ്. Yeah, this is for YouTube video and everything. best products. Yeah. Like the no shadow thing is very cool. Yeah, no shadow. Oh my. Oh damn. Shadow വരൂല. This is the only light in the യൂട്യൂബർമാരുടെ സ്വപ്നമാണ് ഈ ലൈറ്റ്. യൂട്യൂബർമാരുടെ സ്വപ്നം ഈ സാധനം വെച്ചാൽ ലൈറ്റ് കണ്ടുകയാണ്. ഈ സാധനം വെച്ചിട്ടാണ്. Is it a single press and then you Just turn on? light. If you press too much, it goes off. Oh, okay. ടച്ച് പാനലും ഉണ്ട്. Black on. ഈ ടച്ച് പാനൽ വെച്ച് ലൈറ്റ് കൺട്രോൾ. കിടില ലൈറ്റ് കേട്ടോ. this is like ഇവിടെ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ട്. Oh, there are different modes as well. yeah, Oh, warm and cool light. That is also there. one cool light and then top light, bottom light, and dual light. Oh. So off, Here's springers. and then this This is bottom. bottom light, top light, And this is dual. both light, dual light. This is very nice. Natural. പൊളി സാധനം. ഇവിടെ ഇത് ഒരെണ്ണം വാങ്ങിച്ച മുതലാണ് പറയാതിരിക്കാൻ വയ്യാട്ടോ. നമ്മളിനി പോകാൻ പോകുന്നത് ഈ ലാബിലോട്ടാണ്. ഇവിടെ എന്തൊക്കെയോ ടെസ്റ്റിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് പോയി കാണാം. സോ ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഷാമിയുടെ ലാബാണ്. ഈ ലാബിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ സകല ടെസ്റ്റിംഗ് ഇല്ല, മറ്റേ താഴെ വീഴുന്ന ടെസ്റ്റിംഗ്, മറ്റേ റേഡിയേഷൻ നോക്കുന്ന ടെസ്റ്റിംഗ്, ഡിസ്പ്ലേ കളർ കാലിബ്രേഷൻ,
നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ എല്ലാം ഇവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സാർ വാല്യൂ വയ്ക്കാനായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൻ്റെ രീതിയിലുള്ള നമ്മുടെ ചെവി കൈ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഒരു റോബോട്ട് ഇട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സാർ വാല്യൂ ഉണ്ടെന്ന് ആ ഫോണിൻ്റെ, എത്ര റേഡിയേഷനാണ് പുറത്ത് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, ഇത് വന്ന് കാണുന്ന രസമാണ്. പക്ഷേ ഇത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടോ അത് കേട്ടാ ഇത് കണ്ടോ, കോയിൻകോം ജോയിൻറ്റ് ലാബ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തിരിഞ്ഞു പോയി നിറവ് സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എറിക്സൻ്റെ നോക്കിയ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് ലോകത്തുള്ള ഏത് സ്ഥലത്തുള്ള നെറ്റ്വർക്കും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഫോൺ കൊണ്ട് പോകണം ടെസ്റ്റ് ചെയ്യാനായിട്ട്, റേഞ്ച് എത്തുന്നുണ്ടാകും. ഇതത് വേണ്ട, ഇവിടെ മെഷീൻ ഉണ്ട്. ആ വഴി നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏത് നെറ്റ്വർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന വാള് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ ഇതാണ് പേറ്റൻറ്റ് വാള്. അതായത് സ്മാർട്ട് ഫോണിന് എടുത്ത് വെച്ചേക്കുന്ന പേറ്റൻറ്റിൻ്റെ ലിസ്റ്റ്, കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് മൊത്തം എന്താണ്ട് ഇത്രയും സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പേറ്റൻ്റാണ് ദാണ്ട് ഈ വാളിൽ. അത് കഴിഞ്ഞ് സ്മാർട്ട് ഹൗസ് ഹോൾഡിൻ്റെ ആപ്ലിക്കൻസിന് വേണ്ടിയിട്ട് എടുത്ത പേറ്റൻ്റാണ്, അതിൻ്റെ പേറ്റൻറ്റിൻ്റെ ഇതാണ് ഇത്. എക്സ്പ്ലോറിങ് ഇൻ ടു ദ ഫ്യൂച്ചർ. ഇത് അവർ ഫ്യൂച്ചറിൽ, അതായത് വേറെ കുറേ കമ്പനിയിൽ നിന്നൊക്കെ എടുത്തു വയ്ക്കുമല്ലോ പേറ്റൻറ്റ്, അതിനാണ് അത്. അതായത് വല്ല റോബോട്ടിൻ്റെ സാധനം, അതിൻ്റെ കുറേ സാധനം. ഇപ്പോൾ ആപ്പിളിൻ്റെ കയ്യിലുണ്ട് കുറേ പേറ്റൻറ്റ്, ചില ഡിസ്പ്ലേ പേറ്റൻറ്റ്, മറ്റേ പേറ്റൻറ്റ്, അതൊക്കെ അവർ എടുത്ത് വെച്ചേക്കും. അതാണ് ആ സാധനം. എന്തായാലും കൊള്ളാം കേട്ടോ. എറിക്സണും നോക്കിയൊക്കെയാണ് ഇടയിൽ അയ്യോ ആ സ്ഥലത്ത് കയറുന്ന ചൂടെന്നൊക്കെ പറഞ്ഞാൽ വെന്തുരുകും. ആ ലെവലിൽ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യണം. അടിപൊളി. ഐ എം വെരി ഹാപ്പി. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് ക്രയോൺസ് അല്ല, ബാറ്ററിയാണ് ഗൈസ്. ബാറ്ററി ഇത് AAA ബാറ്ററി, ഇത് AA ബാറ്ററി. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഞാൻ 2 സെറ്റ് മേടിച്ചാലോ എന്ന് ആലോചിക്കാം. എന്ത് രസമാണ് ഇത്. പക്ഷെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ലെറ്റ് മീ സീ. എന്തായാലും ഞാൻ ഒരെണ്ണം മേടിക്കാനുള്ള പ്ലാനിലാണ്. ഇതാണ് നമ്മുടെ ഷൗമിയുടെ Mi Mix 8 കേട്ടോ. ഒരു ഫോൺ നോക്കിയാണ് സ്ലിമ്മും സ്ലീക്കും അടിപൊളി. അത്യാവശ്യം നല്ല ഫോട്ടോയും എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫോൺ ഷൗമി Mi Mix 8. എടാ ഇത്രയേ ഉള്ളൂ, കൈ ഫോൾഡബിൾ ഫോണാണ്. കിടിലം ഫോൺ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ലവ് ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഷൗമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ഹോമിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ കാറ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷൗമി പാഡ് 7 അൾട്ര മേടിക്കണമെന്നുണ്ടടേ. പക്ഷേ എവിടെയോ ഒരു ഡബിൾ മൈൻഡ് നിൽക്കുക. എന്ത് ചെയ്യണം വേണ്ടല്ലേ, എന്തിനാണ് അത് വ്യൂസും കിട്ടൂല, അത് ഇട്ടിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അതിനെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചായയും കുടിച്ച് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. നമ്മുടെ ഷൗമി കുളത്തിൽ നിന്നും കോൾബി ഷസം സൈനിങ് ഓഫ്. നാളെ വേറെ ഒരു പരിപാടിയുണ്ട്, അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ്. ഓക്കെ, ഇത് സെപ്പറേറ്റ് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ആൾ.